ശബരി പിന്നെ ആരെന്തൊക്കെ ചെയ്താലോ അതൊക്കെ അങ്ങ് മറക്കും. പക്ഷെ ദയ നേരെ മറിച്ച. ശത്രുവിനെ അടിക്കാൻ കിട്ടുന്ന അവസരം അവള് മാക്സിമം പ്രയോജനപ്പെടുത്തും. അനിതേച്ചി, അനിതേച്ചി, ആ ദയ നിന്നെ വിളിക്കുന്നുണ്ട്, ചെല്ല്. എവിടെ പോയി കിടക്ക? അനിതേച്ചി. ആ എന്തേ? അനിതേച്ചി, ഉണ്ണിക്കുട്ടൻ എവിടെ? മോനെ എഴുന്നേറ്റില്ല, മുറിയിൽ നല്ല ഉറക്കവാ. അനിതേച്ചി മോനെ ഉണർത്തി പുതിയ ഉടുപ്പിടിച്ചോണ്ട് വാ, ഞങ്ങള് പോവാ. എങ്ങോട്ട്? ശബരിയും വരുന്നുണ്ടോ? ആഹാ, ശബരേട്ടൻ വന്നാലേ എനിക്ക് എന്റെ മോനെയും കൊണ്ട് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂന്നുണ്ടോ? ദയേ, എന്താ ദയേ പ്രശ്നം? നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായോ? വഴക്കൊന്നും ഇല്ല ചേച്ചി. ആ പോസ്റ്റ് ഞാൻ പിൻവലിച്ചേ പറ്റുള്ളൂന്ന് ശബരേട്ടന് വാശി. പിൻവലിക്കില്ലാന്ന് ഞാനും. അപ്പൊ പിന്നെ ഭീഷണിയായി. എന്റെ കൂടെ എന്റെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ശബരേട്ടനെ അനുസരിക്കണം പോലും. ദയ വീടും വീട്ടുകാരൊന്നും ഇല്ലാത്തവളല്ല. അനിതേച്ചി മോനെ എടുത്തോണ്ട് വരുന്നോ അതോ ഞാൻ പോയി എടുക്കണോ? മോനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, അവനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? അവനെ ഞാൻ പ്രസവിച്ചതാ. ആ അധികാരം ഈ വിഷയത്തിൽ എടുക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. സാധാരണ നീ എവിടെ പോകുമ്പോഴും കുഞ്ഞിനെ കൂട്ടാതെയല്ലേ പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങ് പോയാ മതി. ശബരേട്ടാ, നിങ്ങൾ എന്നെ വാശി പിടിപ്പിക്കല്ലേ. ദയ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഞാനും അങ്ങനെ തന്നെയാ. പക്ഷേ നിന്നെ പോലെ ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കില്ലെന്ന് മാത്രം. ഇനി എന്നെ ധിക്കരിച്ച് നിനക്ക് മോനെടുക്കണമെങ്കിൽ എടുക്ക്. അപ്പൊ അറിയാം ശബരി തീരുമാനത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവനാണെന്ന്. ദയേ, വെറുതെ ഒരു തർക്കവും വഴക്കും വേണ്ട. അച്ഛൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വരും. അച്ഛൻ അറിഞ്ഞാ കാര്യങ്ങൾ കൂടുതൽ വഷളാവേ ഉള്ളൂ. ഹാ, അത് ചേച്ചി പറഞ്ഞത് ശരിയാ. അച്ഛനും മോനും കൂടെ ചേർന്നാ രണ്ടാൾക്കും പ്രതിരോധ ശേഷി കൂടും. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത മനസ്സാണല്ലോ രണ്ടുപേർക്കും. ഞാനേ ഇപ്പൊ പോകുക. പക്ഷെ എന്റെ മോനെ എടുക്കാൻ ഞാൻ വരും. അന്ന് എന്തു പറഞ്ഞാ നിങ്ങളെ തടയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. കാണാം.